നമസ്കാരം, ഞാൻ ശാന്തലാൽ മുരുക്കുമ്പുഴ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം പഞ്ചായത്തിലെ 3 വാർഡിലൂടെ കടന്നു പോകുന്ന റോഡിനെ കുറിച്ചാണ്. ആ റോഡിൻ്റെ പേര് വരക്കുമുക്ക് ആവേണ്ടത്, പക്ഷേ തോപ്പുമുക്ക് വിദ്യാമൗണ്ട് പബ്ലിക് സ്കൂൾ CRPF റോഡ്. ഏകദേശം 3.25 കിലോമീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ റോളൊന്നുമില്ല. എന്നാലും പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്ത് ഇതിന് 3-4 മാസം മുമ്പ് ഈ റോഡ് മുഴുവൻ ടാർ ചെയ്ത് 2 സൈഡും സിമെൻ്റൊക്കെ ചെയ്ത് ഭംഗിയായി ഇട്ടിരുന്ന റോഡാണ്. ഈ റോഡ് തന്നെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. എന്താണ് അതിൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല. അപ്പം ഇതൊത്തിരി ചർച്ചയായ വിഷയമാണ്. പ്രശ്നമൊന്നുമല്ല. 2.5 വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും ഇപ്പോഴും ആ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ്. ഒരുപാട് അംഗൻവാടികൾ, സ്കൂളുകൾ, ഒപ്പം പിന്നെന്താണ് ഒത്തിരി അമ്പലങ്ങൾ, പള്ളികൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ഇതുവഴി ഏകദേശം 10-15 സ്കൂളുകളിലെ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ ഒരു 123 നമ്പർ അംഗൻവാടിയുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ അവസരം ഏറ്റവും കൂടുതൽ കഷ്ടം. കാരണം അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു മണ്ണ് നല്ല രീതിയിൽ ഒരു മണ്ണിട്ടിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം തരില്ല. അതായത് ഈ കരാറുകാർ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും തെളിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും നേരെ വെളിയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എപ്പോഴും പൊടിയായിരുന്നു. എന്നും അലർജി അസുഖങ്ങൾ രക്ഷകർത്താക്കൾ എന്നും കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം. വലിയവർക്കും മുതിർന്നവർക്കും എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഇത് പണികൾ പല ഘട്ടങ്ങളിലായിട്ട് നിർത്തിക്കിട്ടും. ആ തുടക്കത്തിൽ ടെക്നോസിറ്റി പ്രദേശത്ത് എന്തോ തർക്കമുണ്ടായിരുന്നു, ആ സമയത്ത് നിർത്തി. രണ്ടാമത് ചില പ്രദേശങ്ങൾ ഒത്തിരി തർക്കം വന്ന് നിർത്തി. മൂന്നാമത് വീണ്ടും തുടർച്ചയിൽ നിർത്തിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അന്വേഷിച്ചപ്പോഴാണ് കരാറുകാരൻ ഉപേക്ഷിച്ച് പോയെന്ന് പറയുന്നത്. ഓർക്കണം, 2.5 വർഷമാവുന്നു. അപ്പോൾ ഈ കരാറുകാരൻ ഉപേക്ഷിച്ച് പോയി പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അവരെ പദ്ധതിയല്ലല്ലോ, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടി സഹിച്ച് ഇങ്ങനെ പോകുന്ന ഒരവസരം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് ആരുടെ പരാതി പറയണമെന്ന് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണയില്ലാതെ പോയി. അപ്പം ഇതിന് വഴി കാട്ടേണ്ടവരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകാർ. എന്തെങ്കിലും ഒരു അപകടം പറ്റി നമ്മൾ അവരുമായിട്ട് ഗ്രാമപഞ്ചായത്ത് ചെല്ലണം. അവർ പറയും, അവരെന്ന് പറയുന്നത് അവിടുത്തെ സെക്രട്ടറി പറയുന്നതാണ്, നമുക്കിതിലൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾ നേരെ കളക്ടറേറ്റ് പോയി പരാതി കൊടുക്കും, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. പക്ഷെ യഥാർത്ഥം അങ്ങനെയാണ് പറയേണ്ടത്. ഇങ്ങനെ വരുന്നവർ അവരുടെ പരാതികൾ കേട്ട് അത് പ്രൊസീഡ് ചെയ്യേണ്ടവരല്ലേ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ മെമ്പർമാരെ കുറ്റം പറയാൻ പാടില്ല, എല്ലാം ശരിയായിരിക്കും. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഒരു പ്രശ്നം വന്നാൽ ഗ്രാമീണർ ആരെയാണ് ആദ്യം സമീപിക്കുന്നത്? നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയാണ്. അപ്പോൾ അവർ ഓരോ മെമ്പറെയും നമ്മളെല്ലാം ജയിപ്പിച്ചിടുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, പലരും പറയുന്നുണ്ട് ഇന്ന പാർട്ടി മെമ്പർ ഇന്ന പാർട്ടി. അങ്ങനെയൊന്നുമല്ല. ഗ്രാമപ്രദേശത്ത് നമ്മളൊരു മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് പരിചയത്തിൻ്റെ പേരിലും ഒപ്പം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരും, മുമ്പ് ഇരുന്നിട്ട് പ്രവർത്തനങ്ങൾ സമൂഹമായിട്ട് എന്തെല്ലാം ബന്ധമുണ്ടായ രീതിയിലാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അവരൊരു ഗ്രാമത്തിൻ്റെ മൊത്തം അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെ മെമ്പർമാരാണ്. അപ്പം ഈ 3 സ്ഥലത്ത് 3 മെമ്പർമാരുണ്ടെങ്കിലും അവർ എന്താണ് ചെയ്തതിന് വേണ്ടി അവരെന്ത് ചെയ്തു അത് യഥാസമയം ജനങ്ങളെ അറിയിക്കാൻ വന്നതാണ് അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവരറിയിച്ചിരുന്നു, അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി, അല്ലെങ്കിൽ റോഡ് ഇത്രയും ബുദ്ധിമുട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കാം. പക്ഷെ അവർ ഈ ജനങ്ങളെ യഥാസമയം അറിയിക്കുന്നതിൽ വിട്ടുപോയി, അല്ലെങ്കിൽ അവർക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എന്നും അപകടങ്ങൾ, പലരും അപകടം വന്ന് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥയിലാണ്. വളരെ അവസ്ഥ വളരെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീണ് അവരുടെ കാലുകൾ, പലർക്കും സഞ്ചരിക്കാൻ പറ്റും, നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത് വാഹനങ്ങളെന്നും കംപ്ലൈൻറ്റ്, അതുവഴി വന്ന വാഹനങ്ങൾക്കെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ, നമ്മളിപ്പം ഒരു ഓണേഴ്സ് വണ്ടി എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ 15 വർഷത്തെ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ്, നമുക്ക് ആ റോഡിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ പോകാനുള്ള അവസരം ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ആ ടാക്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള റോഡ് സഞ്ചരിക്കുന്നത് വളരെ പരിതാപകരമാണ്. എന്താ കരുതാലും കുറച്ച് നാൾ മുമ്പ് ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ആ കൂട്ടായ്മ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ കോൺട്രാക്ട് ഉപേക്ഷിച്ച് പോയെന്നാണ് പറയുന്നത്. ജനകീയ കൂട്ടായ്മ വരുന്നവരൊന്നും സംഭവിച്ചില്ല. പക്ഷേ ജനകീയ കൂട്ടായ്മ ആദ്യമായി ഉണ്ടായതിനു ശേഷം കോൺട്രാക്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. കോൺട്രാക്ട് എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യുന്നു.
ഈ കോൺട്രാക്ടർ നേരെ കോടതിയെ സമീപിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഹിയറിംഗ് കൂടെ കേൾക്കണം എന്ന് വിധിയാവും. അപ്പോൾ ഇത് ജനകീയ സമിതി വന്നിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ജനകീയ സമിതി വരുന്നതിന് മുമ്പല്ല, അതിനുശേഷമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ ആദ്യത്തെ 1-2 ഹിയറിംഗ് വിളിച്ചിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. പിന്നെ നമ്മുടെ ജനകീയ കൂട്ടായ്മ ഒത്തിരി ഒന്ന് ഉണർന്നു. ഒരു പഞ്ചായത്ത് മാർച്ച് നടത്തുന്നു. ഇവിടെ മൊത്തത്തിലൊരു അവർ പ്രതീക്ഷിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു ഇതുമില്ലാതെ ജാതിമത ഭേദമന്യേ ഒത്തൊരുമയോടുകൂടി അതിൽ പാർട്ടി ഭേദമൊന്നുമില്ലായിരുന്നു, എല്ലാവരും പങ്കെടുത്തു. അപ്പം ഈ കാര്യങ്ങൾ വന്നപ്പോഴാണ് വീണ്ടും ഒരു ഉണർവുണ്ടായത്. അങ്ങനെ ഇതുവരെ ബന്ധപ്പെട്ട ആൾക്കാരെ, ഈ ജനകീയ സമിതിയുള്ള ആൾക്കാരെ കാണുകയും അവരോട് ഇതിൻ്റെ സടക്കിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗ്രാമീണ യോജനയുടെ അവിടുത്തെ ഓഫീസർ ആവശ്യപ്പെട്ട അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടുത്തെ തെളിവുകൾ, അതായത് ഇവിടുത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് ജനകീയ ഇവിടെ ഇതിൻ്റെ അന്ന് പഞ്ചായത്തിൽ തന്നെ തെളിവുകൾ സമർപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കോൺട്രാക്ടറെ വക്കീലിനെ എന്നെ കൂടെ ബോധിപ്പിച്ചുകൊണ്ട് അവിടെ ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇങ്ങനെയൊക്കെ ഇത്രയും പ്രശ്നമാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഹാജരാണെന്ന് പറഞ്ഞു. ഒടുവിൽ ഇദ്ദേഹത്തിന് ഹാജരാകാൻ പറ്റാവുന്ന ഒടുവിൽ ഹാജരായി, 3ാമത്തെ ഹിയറിംഗിൽ ഹാജരായി. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഡിസംബറിനകത്ത് തീർക്കണമെന്നാണ് ഈ സടക്കിനെ പ്രധാനമന്ത്രി ഗ്രാമീണ യോജനയിലെ വ്യക്തികൾ ആവശ്യപ്പെട്ടത്, പ്രധാനപ്പെട്ട ഓഫീസർ ആവശ്യപ്പെട്ടത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല, അതിന് മാർച്ച് സമയമുണ്ട്. അപ്പോൾ ആ കരാറ് മാർച്ച് 31 അവസാനിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നടന്നില്ല, ഒന്നിച്ചാൽ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, ഡിസംബർ 31 പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു വന്നോളൂ. അപ്പോൾ അദ്ദേഹത്തിന് അത് കഴിയാതെ വന്നപ്പോൾ ഒടുവിൽ എന്ത് ചെയ്തു, ആ കരാർ റദ്ദായതുകൊണ്ട് അദ്ദേഹത്തിന് ഫൈനും അടിച്ച് പുതിയൊരു ടെൻഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് നടന്നതിനെ വീണ്ടും റീടെൻഡർ നടത്തുമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ ജനകീയ കൂട്ടായ്മ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ജനകീയ കൂട്ടായ്മ മാത്രമല്ല ഒന്നിച്ചാൽ പറ്റില്ല, പലരും പറഞ്ഞു കേട്ടു. പക്ഷേ ജനകീയ കൂട്ടായ്മ വന്നതിന് ശേഷമാണ് റോഡിൻ്റെ അവസ്ഥ എന്താണ്, ഇത് ആരുടെ റോഡാണ്, ഇതെന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ജനകീയ കൂട്ടായ്മ ഒന്നും അല്ല എന്നുള്ളതല്ല, ജനങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പം അതിൽ പല മെമ്പർമാരും പല കാര്യങ്ങളും ചെയ്ത് കാണും, പക്ഷേ അത് പലരും കാണുന്നില്ല. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഒരു ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗമോ അല്ലല്ലോ, ബ്ലോക്ക് മെമ്പറാണ് ഒരാളൊരു കാര്യം ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ മെമ്പർ. പക്ഷേ യഥാസമയം ജനങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ, അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു. ഇപ്പോൾ എന്തായാലും ജനങ്ങൾക്ക്, ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷയാണുള്ളത്. എത്രയും പെട്ടെന്ന് അവർക്ക് റോഡ് നന്നായി കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യം വേറൊന്നുമല്ല, ഈ റോഡ് ഒന്ന് നന്നായി കിട്ടണമെന്ന്. എത്രയും പെട്ടെന്ന് നന്നായി കിട്ടാൻ വേണ്ടി ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ഒപ്പം നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഓൾ ബട്ടൺ ഉണ്ട്, അതോടെ നോക്കിയാൽ എൻ്റെ എല്ലാ മെസ്സേജ് ഞാൻ അയക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.